ഗൾഫ് രാജ്യത്തും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ട്രെൻഡ്. സുലഭമായ നിസ്കാരം ഖളാ ആക്കുക. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അസുഖത്തിന്റെ ഭാഗമാണ്. സുലഭമായ നിസ്കാരം ഖളാ ആക്കുക. എന്നിട്ട് ഞാൻ ഖളാ കിട്ടിയാലോ അതോടുകൂടെ വളരെ സായുജ്യം, സംതൃപ്തി. ആര് പറഞ്ഞു ഖളാ വിട്ടൽ അതാ എന്ന് പകരാണ്? ഖളാ വീട്ടൽ നമ്മുടെ ഒരു ആശ്വാസത്തിന് ചെയ്യുന്ന പരിപാടിയാണ്. ബോധപൂർവം ഖളാ ആക്കിയതാണോ അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. കാരുണ്യവാനായ റബ്ബ് പുറത്താലൊഴികെ. അത് ഏത് പാപത്തെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും? കാരുണ്യവാനായ റബ്ബ് പുറത്താലൊഴികെ. അതിന്റെ നേരാവണ്ണം നമ്മൾ പരിശോധിക്കുമ്പോൾ മറന്നുപോയി ഒരാൾ, സമ്പൂർണ്ണമായി മറന്നു, അയാൾ കാരണക്കാരനാണ്. മൂപ്പർക്ക് ഖളാ ആക്കിയതിന്റെ കുറ്റം കിട്ടൂല. ഖളാ ആയതാണ്. ഒരാൾ ഉറങ്ങിപ്പോയി. സാധാരണഗതിയിൽ അയാൾ സമയത്ത് ഉണരാറുണ്ട്, അലാറം വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അയാൾ ഭദ്രമാക്കിയിട്ടുണ്ട്. പക്ഷെ വഖത്തിന് അയാൾ ഉണർന്നു പോയില്ല. യാദൃച്ഛികമായി അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഒരാൾ നല്ല ചായ ആണെന്ന് കരുതി, നല്ല കട്ടൻ ചായ കരുതി ഒറ്റ വലിക്ക് കുടിച്ചു. അതെന്തോ ഒരു ലഹരി വസ്തുവായിരുന്നു. അയാൾ അകാരണമായി ലഹരിക്ക് വിധേയനായി. അകാരണമായി ഒരാളൊരു വക്തിൽ ബോധക്ഷയം നേരിട്ടു. പിന്നെ അയാൾ ഉണർന്നപ്പോഴേക്ക്, അയാൾക്ക് ബോധം വന്നപ്പോഴേക്ക് വക്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ കാരണത്തോടു കൂടെ നിസ്കാരം കളാക്കണതാണ്. ഞാനിങ്ങനെ ഏതോ ഒരു യാത്രയിലായിരുന്നു. എൻ്റെ കമ്പനിയിലേക്ക് വണ്ടി പെട്ടെന്ന് എത്തിക്കേണ്ടിയിരുന്നു. ബ്ലോക്ക് കുടുങ്ങിപ്പോയി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആ ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥിരം ബോധ്യമുള്ള ഒരു ഡ്രൈവർക്ക് നിസ്കാരം കഴിഞ്ഞിട്ടേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വളരെ സിമ്പിളായിട്ട് കിടന്നുറങ്ങുക. രാത്രിയൊക്കെ ജോലി ചെയ്ത് വരിക, എന്നിട്ട് സുബഹിസ്കരിക്കാതെ കിടന്നുറങ്ങുക. ഒരു 11 മണിക്ക് 12 മണിക്ക് എഴുന്നേൽക്കുക. ഗൾഫിലൊക്കെ പ്രത്യേകിച്ച് കാണുന്ന ഒരു ട്രെൻഡാണ്. എന്നിട്ട് അത് എൻ്റെ ജോലി അങ്ങനെ ആയിട്ടല്ലേന്ന്. ചില ആളുകൾ രാത്രി വെറുതെ ഇരുന്നിട്ട് സമയം കളയാം.